ഹായ് ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് വെച്ചാൽ സീസോഫ്രീനിയാണ്. മലയാളത്തിൽ നമ്മളിതിനെ ചിത്തഭ്രമം എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു കണ്ടീഷൻ നമ്മൾ പഠിക്കുന്ന ടൈമിലാണെങ്കിലും നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നേഴ്സിംഗ് എക്സാംസ് ഒക്കെ എഴുതുന്ന സമയത്താണെങ്കിലും വളരെയധികം ക്വസ്റ്റ്യൻസ് ഇതിനകത്തുനിന്ന് ചോദിക്കും. ഇതിൻ്റെ സിംറ്റംസ്, ടൈപ്സ് ഒക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ ഈ നോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, അതായത് ഒരു കീ പോയിന്റ്സ് എല്ലാം ഉൾപ്പെടുത്തി വളരെ ചുരുങ്ങിയ ടൈം കൊണ്ട് നമുക്കൊരു ടോപ്പിക്ക് എങ്ങനെ എത്ര വേഗം പഠിച്ചെടുക്കാം എന്ന് ഉദ്ദേശിച്ചാണ് ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് എത്രയും വേഗം, അതായത് ചുരുങ്ങിയ ടൈമിനുള്ളിൽ നമുക്ക് കാര്യം മനസ്സിലാവണം, അതിൻ്റെ കീ പോയിന്റ്സും എക്സാം പോയിന്റ്സും നമുക്ക് മനസ്സിലാകണം. ആ ഒരു രീതിയിലാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവരും ഇത് കാണുക, സപ്പോർട്ട് ചെയ്യുക, ദെൻ കോൺസെൻട്രേറ്റ് ആൻഡ് സ്റ്റഡി. അപ്പം ഞാൻ ഇതിൻ്റെ ചെറുതായിട്ടൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് മലയാളത്തിൽ പറയാം. ചിത്തഭ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളെ അംഗീകരിക്കാതെ സാങ്കല്പിക ലോകത്ത് ജീവിക്കുന്ന ആൾക്കാർ, അതായത് യാഥാർത്ഥ്യത്തെ വിട്ടകലുന്ന മനസ്സിന് നമുക്ക് ചിത്തഭ്രമത്തെക്കുറിച്ച് പറയാം. ഈ ചിത്തഭ്രമം തന്നെ രണ്ട് രീതിയിലുണ്ട്. ചില ആൾക്കാർ വളരെയധികം വയലൻ്റായി മറ്റുള്ള ആൾക്കാരെ പേടിപ്പിക്കുന്ന രീതിയിൽ കാണപ്പെടുന്നുണ്ട്. പക്ഷേ മറ്റൊരു വിഭാഗം വളരെ സൈലൻ്റായിട്ട് ഒതുങ്ങി കൂടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് ടൈപ്സിനകത്തൊക്കെ ഇത് പഠിക്കും നമ്മൾ. അപ്പം ശരിക്കും ഇതിൻ്റെ ഒരു മലയാളത്തിൽ ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യമായ കാര്യങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നില്ല, പകരം നമുക്ക് സംശയരോഗമുണ്ട്. അതുപോലെ തന്നെ യാഥാർത്ഥ്യത്തെ വിട്ടകലുന്ന ഒരു മനസ്സ്, വളരെയധികം സാങ്കല്പികമായ ഒരു ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും ഇവർ. അപ്പം രണ്ട് തരത്തിലുള്ള ആൾക്കാർ, വയലൻ്റ് ആയിട്ടുള്ള ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ വളരെയധികം സൈലൻ്റ് ആയിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് മാറി നിൽക്കുന്ന ആൾക്കാരും ഈ രോഗാവസ്ഥയിലുണ്ട്. Definition of schizophrenia: it is a serious mental disorder in which people interpret reality abnormally. People with schizophrenia require lifelong treatment. Early treatment may help get symptoms under control before serious complications develop. Cause: exact cause is unknown, but some researchers believe that a combination of genetics, brain chemicals such as glutamate and dopamine, and environmental factors contributes to develop of the disorder. Risk factors: certain factors seems to increase the risk of developing or triggering schizophrenia. That is, first one, having a family history of schizophrenia. Second is some pregnancy and birth complications such as malnutrition and exposure to toxins or viruses that may impact brain development. Third is taking psychoactive or psychotropic drugs during teen years and adulthood. Types of schizophrenia. First one is paranoid schizophrenia. Hallucinations and delusions also present but not affect speech or emotions. So paranoid schizophrenia means both are present, like hallucinations also there, delusions also present but not affect speech or emotions. Hebephrenic schizophrenia. It is also called disorganized schizophrenia. It starts from the age of 15 to 25 years, disorganized behavior and thoughts. Next is undifferentiated schizophrenia. Diagnosis may have some signs of paranoid plus hebephrenic plus catatonic schizophrenia, but not fit to any of these types. So it may show the signs and symptoms of these three schizophrenia, but not fit to any of these types. Next is residual schizophrenia. Only experiences the negative symptoms such as slow motion, poor memory, lack of concentration and poor hygiene. That is called residual schizophrenia. Another one is simple schizophrenia. Negative symptoms are most prominent and worsen. Unspecified schizophrenia. Symptoms means the general condition for a diagnosis but do not fit to any of these types. Synestopathic,
Patient may have unusual body sensations. So here we finish types of schizophrenia. Next is diagnostic methods based on observed behavior, reported experiences, and reports of others familiar with the person. What are all the differential diagnoses? Substance abuse, Huntington's disease, bipolar disorder, autism, and personality disorder. So we can divide the symptoms like positive symptoms and negative symptoms. First is positive symptoms include delusions. These are false beliefs that are not based in reality. Hallucinations means this usually involves seeing or hearing things don't exist. Hearing voices is the most common hallucination. Next is disorganized thinking or speech. Effective communication can be impaired. Speech may include putting together meaningless words that cannot be understood, known as word salad. This is also a positive symptom, extremely disorganized or abnormal motor behavior. Behavior is not focused on a goal, so it is hard to do task. Behavior can include resistance to instructions, inappropriate or bizarre posture, or complete lack of response, useless and excessive movement. Negative symptoms, reduced or lack of ability to function normally. That is, first one, lack of personal hygiene, does not change facial expressions, lost interest in everyday activities, socially withdraw or lack the ability to experience pleasure. In men, schizophrenia symptoms starts in the age of early mid-20s. In women, symptoms begin in the late 20s. Suicidal thoughts and behavior are common among people with schizophrenia. Symptoms present in teenagers: withdrawal from friends and family, a drop in performance at school, trouble sleeping, irritability or depressed mood, lack of motivation. And also recreational substances use such as marijuana, methamphetamine or LSD. Compared to adults, teens may be less likely to have delusions, more likely to have visual hallucinations. So, how we can prevent this condition? There is no sure way to prevent schizophrenia, but sticking with the treatment plan can help prevent relapses or worsening symptoms. So we can reduce the symptoms only, there is no cure. Management. Primary management is the use of antipsychotic medications in combinations with the psychosocial interventions and social support. Community mental health team and supported employment. Support groups are common. This also included in the management of schizophrenia. Next is side effect of the antipsychotic drugs like movement disorders including akathisia, neuroleptic malignant syndrome, tardive dyskinesia, the most common drug is clozapine, is associated with the side effect that include weight gain, tiredness and hypersalivation. And also there will be very serious complications associated with the medications of schizophrenia like seizures, NMS and neutropenia and agranulocytosis. Seizures, NMS that we already talked before, neutropenia and agranulocytosis. So again, clozapine is associated with the
thromboembolism, that is pulmonary embolism, myocarditis, cardiomyopathy. So using a prevention therapy for venous thromboembolism after starting treatment with clozapine and continuing this for 6 months. So the medication may cause sudden cardiac death. Constipation is more likely to occur with the use of clozapine, and severe cases can lead to ileus and bowel ischemia. There will be constipation, and severe constipation may lead to ileus and bowel ischemia. Next is complication. If left untreated, it can result in severe problems like suicide, suicidal attempts, suicidal thoughts, anxiety disorders, and OCD. OCD means obsessive compulsive disorder, and depression, alcohol abuse or other drugs including nicotine, inability to work or attend school, social isolations, and aggressive behavior. Thank you for watching.